എല്ലാ വർഷവും വിൻ്ററിൽ ഇവിടെ വരുന്ന ഒരു പ്രോഗ്രാം ആട്ടോ ഓട്ടം ലൈറ്റ് എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മളെല്ലാവരും കൂടി. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫയർ വർക്കാണ്. ഫയർ വർക്ക് കൂടാതെ തന്നെ കുട്ടി കുട്ടി ഗെയിംസും കുട്ടി റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് അകത്ത് കയറിയപ്പോൾ അവർക്ക് ആദ്യം കയറണമെന്ന് പറഞ്ഞ് ഈ ഒരു സാധനത്തിലാണ്. അതുകൊണ്ട് അതിലൊക്കെ കയറ്റി പിന്നെ കുറച്ചു നേരം നടന്നു കഴിഞ്ഞപ്പം പഞ്ഞിമുട്ടയെ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് വേണം. അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഇരുന്ന് പുള്ളി അത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പുള്ളിയുടെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദാണ്ട് ഈ ഒരു പ്രോഗ്രാം തുടങ്ങി. ഈ പ്രോഗ്രാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കളർ ചേഞ്ച് ചെയ്യുന്ന കേട്ടോ. അവർ എന്താ പറയുക, അവരുടെ മ്യൂസിക്കിനനുസരിച്ച് ഇതിങ്ങനെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് നേരം അവർ ഗ്രൗണ്ടിൽ നിന്ന് പെർഫോം ചെയ്ത് പിന്നെ അവരുടെ സ്റ്റേജിൽ കയറി കേട്ടോ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ കുട്ടിയും താഴെ നിന്ന് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് കുറച്ച് റൈഡും കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ്. ആദ്യം കയറിയത് ഈ ഒരു സാധനത്തിലായിരുന്നു കേട്ടോ. നന്നായിട്ട് തല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ താണ്ട് ഇതിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ വിചാരിച്ച അത്ര എക്സ്പെക്റ്റേഷൻ്റെ അത്ര വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് റൗണ്ട് നമ്മുടെ ഫയർ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ നല്ല ഫുഡ് അടിയായിരുന്നു കേട്ടോ. ഫയർ വർക്കിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഫയർ ഡാൻസും ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് അടിക്കുന്നതിൻ്റെ തിരക്ക് കാരണം ഇത് അടുത്ത് പോയി കാണാനോ ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം അതിലേക്ക് നടന്നതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് ഗെയിംസും അതുപോലെ തന്നെ റൈഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയേ. അങ്ങനെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് പിന്നെയും ഫയർ വർക്കിൻ്റെ അടുത്ത് വന്നപ്പം അവർക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ തമ്മിലായിരുന്നു പിന്നെ കളികളെല്ലാം. ഈ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഫയർ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമ്മുടെ ഫയർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്താട്ടോ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.